മനസ്സിലായ ഒരാൾക്ക് മനസ്സിലാകും മജീദ് സാറ് ചെയ്തതാണ് ഏറ്റവും ശരി എന്ന്. കാരണം നമുക്കറിയാം 100 കോടി രൂപയാണ് ഡോളോ എന്ന് പറയുന്ന മരുന്നിന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ കൈക്കൂലി വാങ്ങിയത്. ഓരോ ദിവസവും പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. മാരകമായ കെമിക്കലുകൾ ആളുകൾക്ക് രോഗം തരുന്നു. ഭക്ഷ്യോൽപ്പന്നങ്ങളിലെ മായം ആളുകൾക്ക് രോഗം തരുന്നു. വൈറ്റമിൻസിന്റെയും പോഷകങ്ങളുടെയും കുറവ് ആളുകൾക്ക് രോഗം തരുന്നു എന്ന്, അല്ലെങ്കിൽ തെറ്റായ ജീവിതശൈലി ആളുകൾക്ക് രോഗം തരുന്നുവെങ്കിൽ ശരിയായ ഒരു ജീവിത രീതിയിലേക്ക് ആളുകളെ കൊണ്ടുപോയി ശരിയായ പോഷകങ്ങളിലൂടെ ആളുകളെ വളർത്തിക്കൊണ്ടുവന്ന് ശരിയായ ഗൈഡ് ലൈൻ കൊടുത്തുകൊണ്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഒരാൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ RCMൽ എങ്ങനെ ബിഗിനർ ആകണം, എങ്ങനെ റോയൽറ്റി ആകണം, എങ്ങനെ ടെക്നിക്കൽ ആകണം, എങ്ങനെ റൂബി ആകണം, എങ്ങനെ കോർ ലീഡർ ആകണം എന്ന് മുന്നിൽ നിന്നുകൊണ്ട് കാണിച്ചു കൊടുത്ത് അതിനെ മുന്നോട്ട് നയിച്ച് അതിലൂടെ ആളുകളെ വിജയിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കോർ ലീഡർമാരും ഒരുപാട് ടെക്നിക്കൽ അച്ചീവേഴ്സും റൂബിയും എമറാൾഡും സ്റ്റാർ എമറാൾഡും സഫയറും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്വയം ജോലിക്ക് വേണ്ടി KSRTCയിൽ അല്ലെങ്കിൽ ബസ്സിലെ ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്തിരുന്ന കുന്നമംഗലം നാരായണേട്ടൻ ഇന്ന് സ്റ്റാർ എമറാൾഡ് നാരായണേട്ടനായി 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു റൂബിയായിട്ട് കോർ ലീഡറായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് സാധാരണക്കാരനെ അസാധാരണ വ്യക്തിയാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം. എന്നാൽ ആ സിസ്റ്റത്തെ മനസ്സിലാക്കാൻ ബുദ്ധിയുണ്ട് എന്ന് എനിക്ക് മുൻ ധാരണയുണ്ടെങ്കിൽ, ഞാൻ കേട്ടതാണ് ശരി എന്ന് ഞാൻ മുൻവിധി എഴുതിയെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല സഹോദരങ്ങളെ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഇതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ആളുകൾ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടണം എന്ന് കരുതുന്ന ആളുകളല്ല. നിങ്ങൾ RCMലൂടെ അടുക്കും തോറും നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ആളുകൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, RCMലൂടെ ആണെങ്കിലും ജീവിക്കാം, RCMൽ അല്ലാതെയും RCMലൂടെയും ജീവിക്കാൻ പറ്റും. എന്നാൽ RCMലൂടെ നിങ്ങൾ ജീവിക്കാൻ സാധിച്ചാൽ RCMലൂടെ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും, സ്നേഹം കിട്ടും, ബഹുമാനം കിട്ടും, അംഗീകാരം കിട്ടും, പേര് കിട്ടും, പ്രശസ്തി കിട്ടും, പണം കിട്ടും, പവർ കിട്ടും, എല്ലാം കിട്ടും. അതിനേക്കാൾ ഉപരി ജീവിതത്തിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് കിട്ടും. നിങ്ങൾക്ക് നാളെ നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഏറ്റവും വലിയ സെക്യൂരിറ്റി കിട്ടും. സാമ്പത്തിക സെക്യൂരിറ്റിയും ഹാപ്പിനെസ്സും സന്തോഷവും ടൈം ഫ്രീഡവും മണി ഫ്രീഡവും ഒക്കെ നേടിത്തരുന്ന ഏറ്റവും വലിയ ഒരു ഓർഗനൈസേഷന്റെ ഒരു മീറ്റിംഗ് ഹാളിലാണ് നമ്മളുള്ളത് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതിനുവേണ്ടി നമ്മൾ പുതിയ പുതിയ പ്ലാനുകൾ നടത്തണം. നമ്മൾ ചെറിയ ചെറിയ ടൈമുകൾ, ഹോം മീറ്റിങ്ങുകൾ, ഇന്ന് 6:45 പ്രോഗ്രാമില് നമ്മുടെ രജിത ബാബു മേഡം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ഹോം മീറ്റിംഗിൽ ഫോക്കസ് ചെയ്യാനാ പറയുന്നത്. ഒരു ലേഡി പറയുന്നു, എന്താണ് ഹോം മീറ്റിംഗ്? RCMൽ എന്താണ് ഹോമിന് കാര്യം? നിങ്ങൾക്കറിയാം, 100% RCM ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒരു ചാക്കിലാക്കി RCMന്റെ കിച്ചണിൽ കൊണ്ടുവച്ചാൽ 1 മാസം കൊണ്ട് അത് കാലിയാകുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫോർഡബിളും റിപ്പീറ്റബിളും യൂസ്ഫുള്ളും ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വിപണനം ചെയ്യുന്ന RCMന്റെ ഉൽപ്പന്നങ്ങൾ വീടുകളിലെ അടുക്കളയിൽ ഇരുന്ന് നിങ്ങൾ ഹോം മീറ്റിംഗ് നടത്തിയാൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ 5000-വും 10,000-വും PV ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ബിഗിനറെയും സ്റ്റാർട്ടറെയും ഓപ്പണറെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉൽപ്പന്നങ്ങൾ, ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സിസ്റ്റം, ഏറ്റവും ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ, ഏറ്റവും പണം തരുന്ന സിസ്റ്റം. ഈ സിസ്റ്റത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആലോചിക്കട്ടെ, പറയാം, പിന്നെ കാണാം, ശമ്പളം കിട്ടട്ടെ, കുടിയിരിക്കൽ കഴിയട്ടെ, സൽക്കാരം കഴിയട്ടെ, പെരുന്നാൾ കഴിയട്ടെ, വിഷു കഴിയട്ടെ, ഓണം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാത്ത ആളുകളുടെ ലിസ്റ്റിൽ ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മനുഷ്യന് എത്രയോ കഴിവുകൾ തന്നിട്ടുണ്ട്. എത്രയോ കഴിവുകളുള്ള മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഈ കഴിവുകളിൽ 5% ഉപയോഗപ്പെടുത്താതെ മനുഷ്യൻ മരിച്ചു പോകുന്നു എന്നതാണ്. മനുഷ്യന്റെ കഴിവുകളെ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് അതിന്റെ ഒരു 5% നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ ഈ രാജ്യവും കുടുംബവും നമ്മളും ഒക്കെ രക്ഷപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, RCM നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ടാകും. പല ആളുകളും RCMൽ വരുമാനം വരില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വരുമാനം വരണമെങ്കിൽ നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്കണം. ഒരു ബിഗിനറായാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും തരാ എന്ന് പറഞ്ഞത് തരാതിരിക്കില്ല കമ്പനി എന്നത് എൻ്റെ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ്. ഒന്നുമില്ലാത്ത സമയത്ത് RCMലേക്ക് വന്ന് RCMന്റെ ഔട്ട്ലെറ്റ് തുടങ്ങിയ ഞാൻ കഴിഞ്ഞ മാസം പോലും 1 ലക്ഷത്തിന്റെ അടുത്ത് മന്ത്ലി RCMലൂടെ വരുമാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് RCM എന്ന് പറയുന്ന
സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ അതിനൊരു പ്ലാനിങ് വേണം, അതിനൊരു സിസ്റ്റം ഉണ്ടാകണം. ആ സിസ്റ്റത്തിന്റെ പേരാണ് അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കണം. സ്വപ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ജീവിതത്തിൽ ആളുകൾ വിജയിക്കുന്നില്ല. ലോകത്ത് വിജയിച്ച വലിയ വലിയ ആളുകളൊക്കെ വലിയ സ്വപ്നങ്ങൾ കീഴടക്കി, വലിയ സ്വപ്നങ്ങൾ കണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരൊക്കെ ഓരോ സ്റ്റെപ്പുകളിൽ നിന്നും വലിയ വലിയ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചപ്പോ അവരെ പുറകിൽ നിന്ന് കല്ലെറിഞ്ഞവരുണ്ടായിരുന്നു, പരിഹസിച്ചവരുണ്ടായിരുന്നു, കുറ്റപ്പെടുത്തിയവരുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ കഥ പറയാം. ഒരു തവള ഇങ്ങനെ ഒരു മരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക.